ലേക്ക് ഷോർ ആശുപത്രിക്കെതിരായ അവയവ കച്ചവട വാർത്തയിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്നത് ഗൗരവകരമായ വാർത്തയാണെന്നും ശ്രദ്ധയിൽപ്പെട്ടയുടൻ പരിശോധിക്കാൻ കേസ് ഓട്ടോയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടിയെടുക്കുമെന്നും ഒരു തരത്തിലുള്ള ചൂഷണങ്ങളും അനുവദിക്കില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് കാണാം. ന്യൂസ് മലയാളം കൊണ്ടുവന്ന അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ ഇപ്പോൾ പ്രതികരിക്കാൻ നമുക്കൊപ്പം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണുള്ളത്. മിനിസ്റ്റർ, അവയവ മാഫിയക്കെതിരെ ഒരു വലിയ തരത്തിലൊരു വാർത്തയാണ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യ അടക്കം ഇപ്പോൾ ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരു പോലീസുമായിട്ടൊരു സമഗ്ര അന്വേഷണം ഇത്തരക്കാർക്കെതിരെ ഉണ്ടാകുന്നു? വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് രൂപീകൃതമായിട്ടുള്ളത് കേസോട്ടോ എന്ന സംവിധാനമാണ്. അപ്പോൾ കേസോട്ടോയാണ് അവയവ മാറ്റം സംബന്ധിച്ച് അവയവദാനം സംബന്ധിച്ചതും അതോടൊപ്പം അതിൻ്റെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതും നിരീക്ഷിക്കുന്നതും അവരുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആരോഗ്യ വകുപ്പിന് ചെയ്യാനുള്ളത് ഇതിലൊരു ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ കേസോട്ടോയിൽ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയും അവർ പക്ഷേ അങ്ങനെ ഒരു വ്യക്തിപരമായ പരാതി ഇല്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിലൊരു ഓഡിറ്റ് നടത്തി ഈ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് പരിശോധിക്കാൻ കേസോട്ടോയ്ക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ അവർക്ക് അതിൻ്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ ഓഡിറ്റ് നടത്താൻ കഴിയുന്ന രീതിയിൽ അവർ നടത്തി അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കാണട്ടെ. അല്ല, അങ്ങനെയല്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അവയവ ദാനവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ ഡോക്ടേഴ്സിന് ഇപ്പോൾ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നതിന് ഭയമുണ്ട്. കാരണം അവർക്ക് പല കേസുകൾ സംബന്ധിച്ചിട്ടുള്ള. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കഡാവർ ട്രാൻസ്പ്ലാന്റാണ്, അതായത് ഈ ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ട് അങ്ങനെ അവരുടെ അവയവം കൊടുക്കുന്നതാണ് കൂടുതലായിട്ട് നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കാരണം ഇവിടെ വളരെ വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈവ് ട്രാൻസ്പ്ലാന്റാണ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെ കുറേയേറെ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സർക്കാർ ഇതിനെ കാണുന്നത് ഈ കാര്യങ്ങൾ സുതാര്യമായി നടക്കണം എന്നുള്ളതാണ്. സുതാര്യമായി അതോടൊപ്പം ഈ അർഹരായിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളുടെയും രോഗാവസ്ഥകളുടെയൊക്കെ സാഹചര്യത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആളുകളുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിലാണ് 2500. അപ്പോൾ അവരുടെ ജീവൻ്റെ വിഷയം കൂടിയാണത്. അപ്പോൾ ഏതെങ്കിലും എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ പ്രവർത്തനങ്ങൾ എല്ലാം മോശമാണ് എന്നുള്ള നിലയിലല്ല. എന്നാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടോ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേസോട്ടോയെ സംബന്ധിച്ച് അവർ ആ ഒരു ഓഡിറ്റ് നടത്തി അവരുടെ ഓഡിറ്റിൽ അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ആരോഗ്യവകുപ്പിലേക്ക് അത് എത്തുമ്പോൾ പിന്നെ തുടർ നടപടികൾ സ്വീകരിക്കാമല്ലോ. സമഗ്ര അന്വേഷണം എന്നുള്ളത് മറ്റൊരു വകുപ്പിലേക്ക് ആ റിപ്പോർട്ടിൻ്റെ അതൊരു പ്രാഥമികമായ റിപ്പോർട്ടല്ലേ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെ കൊണ്ടുവരും. ശരി. നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് മിനിസ്റ്റർ ഇപ്പോൾ രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ കേസോട്ടോയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കൃത്യമായിട്ട് ആഭ്യന്തര വകുപ്പിനെ അറിയിച്ച് കൃത്യമായിട്ട് മറ്റു നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്.